വാർത്തകൾ വിശദമായി. ഒരു നടനുമായുള്ള വാട്സ്ആപ്പ് ചാറ്റാണ് തസ്ലിമ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വീണ്ടെടുക്കാൻ കഴിഞ്ഞാൽ സിനിമാ മേഖലയുമായി ലഹരി സംഘത്തിനുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. ഈ ചാറ്റുകൾ വീണ്ടെടുക്കാനായി ഫോറൻസിക് സഹായം തേടിയിരിക്കുകയാണ് എക്സൈസ്. രണ്ട് നടന്മാരുമായി ഇടപാടുണ്ടെന്ന് തസ്ലിമ സുൽത്താന എക്സൈസ് സംഘത്തോട് വെളിപ്പെടുത്തിയിരുന്നു. തസ്ലിമ ഫോണിൽ മെസ്സേജ് അയച്ചിരുന്നുവെന്ന് നടൻ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിലും പറഞ്ഞിരുന്നു. നടനുമായുള്ള വാട്സ്ആപ്പ് ചാറ്റ് തസ്ലിമ ഡിലീറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ഇത് വീണ്ടെടുക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങിയത്. അതേസമയം ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കാനുള്ള എക്സൈസിന്റെ അപേക്ഷ ആലപ്പുഴ ജില്ലാ കോടതി പരിഗണിക്കുന്നു. സിനിമാ മേഖലയിലുള്ളവർക്ക് ലഹരി സംഘവുമായുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പ്രതികളിൽ നിന്നും ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഒന്നാം പ്രതി കണ്ണൂർ സ്വദേശി തസ്ലിമയുമായി ബന്ധമുണ്ടെന്ന് നടൻ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യലിനിടെ പോലീസിനോട് വെളിപ്പെടുത്തി. മണ്ണഞ്ചേരി മല്ലംവിളി കെ ഫിറോസ്, തസ്ലിമയുടെ ഭർത്താവ് സുൽത്താൻ അക്ബർ അലി എന്നിവരാണ് കേസിലെ 2-3 പ്രതികൾ. നടന്മാരായ ഷൈൻ ടോം ചാക്കോയുമായും ശ്രീനാഥ് ഭാസിയുമായും ഇടപാടുകളുണ്ടെന്നായിരുന്നു തസ്ലിമ എക്സൈസിന് മൊഴി നൽകിയത്. ഇതിനെ സാധൂകരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു.